സംസ്ഥാനത്ത് വീണ്ടും സ്വർണ്ണവില കൂടിയിരിക്കുന്നു. സ്വർണ്ണ നിക്ഷേപകർക്കും സാധാരണക്കാർക്കും ഒരുപോലെ ഞെട്ടലുണ്ടാക്കുന്ന പ്രവചനവുമായി വേൾഡ് ഗോൾഡ് കൗൺസിൽ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. ഇന്ന് പവന് 240 രൂപ കൂടി 98,880 രൂപയും ഗ്രാമിന് 30 രൂപ കൂടി 12,360 രൂപയുമായിരിക്കുന്നു. തിങ്കളാഴ്ച 2 തവണ സ്വർണ്ണവില കൂടി പവന് 1 ലക്ഷം രൂപയുടെ തൊട്ടരികിലെത്തിയിരുന്നു. എന്നാൽ ഇന്നലത്തെയും സ്വർണ്ണവിലയിൽ വർധനവ് രേഖപ്പെടുത്തി പവന് 480 രൂപ കൂടി 98,640 രൂപയും ഗ്രാമിന് 60 രൂപ കൂടി 12,330 രൂപയുമായിരുന്നു. ഈ മാസം ഇതുവരെയുള്ള ഏറ്റവും ഉയർന്ന സ്വർണ്ണ നിരക്ക് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഡിസംബർ 15-നായിരുന്നു. അന്ന് പവന് 99,280 രൂപയും ഗ്രാമിന് 12,410 രൂപയുമായിരുന്നു. ഡിസംബർ 15-ന് 2 തവണയാണ് സ്വർണ്ണവിലയിൽ വർധന ഉണ്ടായത്. ഈ മാസം ആരംഭിച്ചത് മുതൽക്കേ സ്വർണ്ണവിലയിൽ വലിയ മാറ്റങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത്. രാജ്യാന്തര വിപണിയിൽ ഔൺസിന് $50 വർദ്ധിച്ചാൽ കേരളത്തിന് പവന്റെ വില 1 ലക്ഷം രൂപ എന്ന മാന്ത്രിക സംഖ്യ തൊടുമെന്ന ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റൈസ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് അബ്ദുൽ നാസർ അറിയിച്ചിരിക്കുകയാണ്. അമേരിക്കയിൽ മുഖ്യ പലിശ നിരക്ക് വീണ്ടും കുറയാനുള്ള സാധ്യത, സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ നിക്ഷേപകർ പണമൊഴുക്കുന്നു, ഡോളറിന് ബദലായി വിവിധ കേന്ദ്ര ബാങ്കുകൾ സ്വർണ്ണശേഖരം ഉയർത്തുന്നു, യുക്രൈൻ യുദ്ധം യൂറോപ്പിലേക്ക് വ്യാപിക്കുമെന്ന ആശങ്കയും ശക്തമാകുന്നു എന്നത് ആഗോളതലത്തിൽ സ്വർണ്ണവില കൂട്ടാനുള്ള കാരണമാവുന്നു. ചൈനീസ് വിപണിയിലെ സ്വർണ്ണ വ്യാപാരവുമായി ബന്ധപ്പെട്ട് നിയന്ത്രണങ്ങളിൽ വന്നിരിക്കുന്ന സാഹചര്യങ്ങൾ ആഗോള ഡിമാൻഡ് വർദ്ധിപ്പിക്കുമെന്ന ഡേറ്റ ചൂണ്ടിക്കാട്ടുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ സ്വർണ്ണ ഉപഭോക്താക്കളിലൊന്നാണ് ചൈന. അവിടെ സ്വർണ്ണ വ്യാപാരത്തിലും ഇറക്കുമതിയിലും നിലവിലെ കടുപ്പമേറിയ നിയന്ത്രണങ്ങൾ അയവ് വരുത്താൻ സർക്കാർ ആലോചിക്കുന്നുണ്ട്. ചൈനീസ് ഇൻഷുറൻസ് കമ്പനികൾക്കും മറ്റു വലിയ ധനകാര്യ സ്ഥാപനങ്ങൾക്കും സ്വർണ്ണത്തിൽ കൂടുതൽ നിക്ഷേപം നടത്താൻ അനുമതി ലഭിക്കുന്നത് ആഗോളതലത്തിൽ സ്വർണ്ണത്തിന്റെ ഡിമാൻഡ് വൻതോതിൽ വർദ്ധിക്കാനും സാധ്യതയുണ്ട്. അതുപോലെ ജപ്പാനിലെ തലമുറകൾ കൈമാറി വരുന്ന സമ്പത്ത് സ്വർണ്ണ നിക്ഷേപങ്ങളിലേക്ക് വൻതോതിൽ ഒഴുകുന്നതും വില വർധനവിന് കാരണമാകുന്നു. ജപ്പാനിലെ മുതിർന്ന തലമുറയുടെ പക്കൽ ഏകദേശം 5 ട്രില്യൺ ഡോളർ സമ്പത്തുണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. അവർ പരമ്പരാഗത നിക്ഷേപത്തെക്കാൾ സ്വർണത്തിനാണ് പ്രാധാന്യം നൽകുന്നത്. ഈ ഭീമമായ തുക സ്വർണ്ണ വിപണിയിലേക്ക് ഒഴുകുന്നത് വലിയ ഉയരത്തിന് കാരണമാകുന്നു. വെള്ളിവില മൾട്ടി കമോഡിറ്റി എക്സ്ചേഞ്ചിൽ ഇന്നലെ കിലോഗ്രാമിന് 1 ലക്ഷം രൂപ കവിഞ്ഞിരുന്നു. വ്യാവസായ മേഖലയിൽ നിന്നുള്ള ആവശ്യമേറുന്നതാണ് വെള്ളിവില ഉയരുന്നതിന് കാരണമാകുന്നത്. ഇന്നും വെള്ളിവിലയിൽ വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഗ്രാമിന് 224 രൂപയും കിലോഗ്രാമിന് 2,24,000 രൂപയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇന്നലെ ഗ്രാമിന് 222 രൂപയായിരുന്നു. അന്താരാഷ്ട്ര വിപണി അനുസരിച്ച് കേരളത്തിൽ വെള്ളിവില നിശ്ചയിക്കപ്പെടുന്നത് ഡോളറുമായി താരതമ്യം ചെയ്യുമ്പോഴാണ്. ആഗോള വിപണിയിൽ സ്വർണ്ണ ഔൺസിന് $4,340. ലോകത്തിലെ രാഷ്ട്രീയവും സാമ്പത്തികവും കാലാവസ്ഥ പ്രശ്നങ്ങളുമെല്ലാം ഇപ്പോൾ വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത്. ഈ സാഹചര്യത്തിൽ ഇന്ത്യൻ വിപണിയിൽ സ്വർണ്ണവിലയിലെ മാറ്റങ്ങൾ തുടരുമെന്ന് സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുന്നു. എന്നാൽ സ്വർണ്ണവിലയിലെ വലിയ ഇടിവ് പ്രതീക്ഷിക്കേണ്ടതില്ലെന്നും ധനകാര്യ വിദഗ്ധർ വ്യക്തമാക്കി. സ്വർണ്ണവിലയിൽ ലോകവിപണിയിലെ മാറ്റങ്ങൾ ഇന്ത്യൻ മാർക്കറ്റിലും പ്രതിഫലിക്കും. ഡോളറിന്റെ മൂല്യത്തിൽ ഉയർച്ച താഴ്ചകൾ അന്താരാഷ്ട്ര വിപണിയിൽ അലയടിക്കും. ഇതോടെ ഇന്ത്യൻ മാർക്കറ്റിലും മാറ്റങ്ങൾ ഉണ്ടാവും. എന്തുകൊണ്ടാണ് സ്വർണ്ണവില അടിക്കടി മാറുന്നതെന്ന് ചിന്തിക്കേണ്ട കാര്യമാണ്. US പണപ്പെരുപ്പം, അമേരിക്കൻ പലിശ നിരക്കുകൾ, രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങൾ, രാജ്യാന്തര നയങ്ങൾ, വൻകിട രാജ്യങ്ങളുടെ സാമ്പത്തിക നയങ്ങൾ, ഓഹരി വിപണിയിലെ ഏറ്റുകുറച്ചിലുകൾ, ക്രൂഡ് ഓയിൽ വിലയിൽ അടിക്കടി ഉണ്ടാവുന്ന മാറ്റങ്ങൾ, രൂപയുടെ മൂല്യത്തിലുള്ള സ്ഥിരതയില്ലായ്മ, ലോക നേതാക്കളുടെ പ്രസ്താവനകൾ സ്വർണ്ണവില വർദ്ധിക്കുന്നതിന്റെ മറ്റു കാരണങ്ങളിലൊന്നാണ്. ഗോൾഡ് എക്സ്ചേഞ്ച് ഗ്രേഡഡ് ഫണ്ടുകളിലേക്ക് നിക്ഷേപകർ വൻതോതിൽ ആകൃഷ്ടരാകുകയാണ്. വിപണിയിലെ ഡിമാൻഡ് ഉയർന്നു. നേരിട്ട് സ്വർണം വാങ്ങി സൂക്ഷിക്കുന്നതിനു പകരം ഓഹരി വിപണി വഴി സ്വർണത്തിൽ നിക്ഷേപിക്കുന്ന രീതിയാണ് ഗോൾഡ് ETF. ഇത്തരം ഡിജിറ്റൽ രൂപങ്ങളിൽ സ്വർണം വാങ്ങുന്നത് എളുപ്പമായതോടെ പുതിയ നിക്ഷേപകർ വൻതോതിൽ ഈ രംഗത്തേക്ക് വരുന്നുണ്ട്. ഇത് ആഗോള സ്വർണ്ണ വിപണിക്ക് വലിയ കരുത്ത് നൽകുന്നു. കല്യാണ സീസണുകൾ സ്വർണ്ണ ആഭരണങ്ങൾക്ക് ഡിമാൻഡ് കൂടുന്നതും ഇതിനു പുറമെ ദസറ, ദീപാവലി പോലെയുള്ള ഉത്സവാഘോഷ വേളകളിൽ ഇന്ത്യൻ സാഹചര്യത്തിൽ സ്വർണത്തിന് ഡിമാൻഡ് വർദ്ധിക്കാറുമുണ്ട്. ഇതനുസരിച്ച് പൊന്നിന് നിരക്ക് വർധനയുണ്ടാകും. സ്വർണത്തെ സുരക്ഷിത നിക്ഷേപമായാണ് ജനം വിലയിരുത്തുന്നത്. വാങ്ങി സൂക്ഷിച്ച് നിരക്ക് ഉയരുമ്പോൾ വിൽക്കാനോ മറ്റാവശ്യങ്ങൾക്കോ ഉപയോഗപ്പെടുത്താനോ അവർ ആഗ്രഹിക്കുന്നു. ഇതെല്ലാം പൊന്നിന്റെ ഡിമാൻഡും നിരക്കും ഉയർത്തുന്ന ഘടകങ്ങളാണ്.